ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ ഒരു സ്ഥലത്തോട്ട് പോവാണ്. എവിടെയാണെന്ന് കാണിക്കാം കേട്ടോ. രാവിലെ ഞങ്ങൾ വെളുപ്പിന് 1:30 ആയപ്പോൾ ഞങ്ങൾ എണീറ്റു. എന്നിട്ട് ഞങ്ങൾ ഇത് ഒരുങ്ങി നിൽക്കുകയാണ്. ഇനി അവിടെ ചെല്ലുമ്പോൾ ഏത് കോലമാകുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അല്ലേ. ഞങ്ങളിവിടെ വന്ന് ബസ്സും കാത്ത് നിൽക്കുകയാണ്. വരും. ഇതേ നമ്മൾ കാത്തുനിന്നത് നമ്മുടെ ബസ് വന്നു കേട്ടോ. നമ്മുടെ സ്വന്തം ആനവണ്ടി. അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ കയറി. ജോൺസി കാഞ്ഞിരപ്പള്ളി നമ്മളോട് കൂടി. അങ്ങനെ ഞങ്ങൾ നേരെ ഇതേ കോട്ടയം സ്റ്റാൻഡ് വന്നു കേട്ടോ. ഇനി ഇവിടുന്ന് നമ്മുടെ സ്ഥലത്തോട്ട് പോകാനായിട്ട് ഇപ്പം ബസ്സില്ല, അതുകൊണ്ട് നമ്മൾ ഓട്ടോയ്ക്കാണ് പോകുന്നത്. ഇവിടുന്ന് നമുക്ക് അവിടം വരെ ഒരു 300 രൂപയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ ആ സ്ഥലത്ത് ചെന്നു. ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മലരിക്കലാണ്. നമ്മുടെ കോട്ടയം വന്നിട്ട് അവിടുന്ന് മലരിക്കൽ എന്ന് പറഞ്ഞാൽ അവിടെ ഡയറക്റ്റ് ഇങ്ങോട്ട് ബസ്സുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഓട്ടോയ്ക്കാണെങ്കിലും വരാം. രാവിലെ ഒക്കെ വരുമ്പോൾ നമുക്ക് ഓട്ടോയേ ഉള്ളൂ. ഒരു 8:30 ആകുമ്പോഴത്തേനും നമുക്ക് ബസ്സുണ്ട്. അപ്പോൾ ഇവിടെ വരിക. അപ്പോൾ ആദ്യത്തെ അവിടെ നിങ്ങൾ ഒരിക്കലും പോകരുത്. ഫോട്ടോ എടുക്കാനാണെങ്കിലും കാണാനാണെങ്കിലും കുറച്ച് അകത്തോട്ട് കയറി ഒരു പാലമുണ്ട്, അവിടെ വരെ വരിക. അവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് വിശാലമായ പാടം അവിടെ ഉണ്ട്. ഞാൻ പിന്നെ കാണിക്കാം, കാരണം ഇവിടെ ഒന്ന് പാടം കാണിച്ചാൽ കാണത്തില്ല. ഇവിടെ ഒരു കായലും അമ്പലമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് വന്നതാട്ടോ. ചേച്ചി കുറച്ച് ദേഷ്യത്തിലാണ്. ചേച്ചിക്ക് രാവിലെ ഉറങ്ങാൻ പറ്റിയില്ല, അതിൻ്റെയാണ്. അതാണ് ഇപ്പം വെയിൽ വരാത്തത് കൊണ്ട് ഇവിടെ ഒന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ശരിയാകത്തില്ല, മൂടലാണ്. കുറച്ച് കഴിയുമ്പോൾ വെയിൽ വരുമ്പോഴത്തേന് സെറ്റാകും. ഇന്ന് ഫുള്ള് മഴയാന്ന് തോന്നുന്നു അല്ലേ ഉണ്ടി? അതെ അതെ, അതാണ് കുറച്ചുണ്ടോ ഒന്നും നിശബ്ദതയായിട്ട് നിൽക്കുകയാണ്. ഓൾറെഡി അതെ, ഓൾറെഡി ഇതുണ്ട്. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മുടെ ചേട്ടൻ അവിടെ എവിടെയോ ഉണ്ട്, വിജനതയിൽ ചേട്ടൻ നിൽക്കുകയാണ്. ചേട്ടൻ വരും. ഏറ്റവും അവസാനം വരുന്ന ഒരു പാലമുണ്ട്, അവിടെയാണ് ഇത്. ഇപ്പോൾ ഇവിടെ ഉള്ളൂ ഈ പൂവെന്ന് വെച്ചാൽ. ആദ്യത്തെയൊക്കെ അവിടുത്തെ പൂവൊക്കെ പയ്യെ പയ്യെ പോയി തുടങ്ങി. നമ്മൾ ആ ലാസ്റ്റ് കണ്ടോ, അങ്ങോട്ടൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനല്ല. അങ്ങനെ ഞങ്ങളുടെ ക്യാമറാമാൻ വന്നു കേട്ടോ. നമ്മൾ പൂവും വാങ്ങിച്ചു. ഇനി നമ്മൾ ഫോട്ടോഷൂട്ടിന് പോകണം. നമ്മൾ എത്ര കേട്ടോ, 3 കെട്ട്. അങ്ങനെ നമ്മളിത് നേരെ ബോട്ടിൽ കയറി. അപ്പോൾ ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഷൂട്ടിങ് തുടങ്ങും കേട്ടോ. അങ്ങനെ നമ്മുടെ ഇതേ ഫോട്ടോഗ്രാഫർ ചേട്ടൻ്റെ പേര് അമൽ എന്നാണ്, കൂടെയുള്ള ചേട്ടൻ്റെ പേര് രാഹുൽ എന്നാണ്. പിന്നെ വേറെ 3 ചേട്ടന്മാരെ നമുക്ക് കിട്ടി. ഒന്ന് വള്ളം ഓടിക്കുന്ന ചേട്ടൻ, പിന്നെ 2 ബോട്ട് ഓടിക്കുന്ന ചേട്ടന്മാരായിരുന്നു. അവരുടെ നല്ല കമ്പനിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ നേരെ ഇതേ വള്ളത്തിൽ കയറി. ഇനിയിപ്പം ഞാൻ അവരോട് ബൈ ഒക്കെ പറഞ്ഞ് കുറച്ച് ദൂരോട്ട് പോവാണ്. ആദ്യമേ ഫോട്ടോയും വീഡിയോ ഒക്കെ ഞാൻ എടുക്കാമെന്ന് ഓർത്തു. അങ്ങനെ പോയി. ഞങ്ങൾ 3 പേര് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചേട്ടൻ കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ചേച്ചിയുടെ പിന്നെ ജോൺസിയുടെ എടുത്തു. ഒരു കണക്കിന് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല, കാരണം ഞാനും ചേട്ടനും ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് പരിചയപ്പെട്ടത്. അപ്പം കുറേ ആയി ഷൂട്ട് ചെയ്യാമെന്ന് പറയുന്നു. പക്ഷേ ഞാനിങ്ങനെ മടിച്ച് നിൽക്കുകയാണ്. പിന്നെ എങ്കിൽ പോയേക്കാം എന്ന് ഓർത്തെങ്കിലും പിന്നെ ഓർത്ത് പോകണോ എന്ന് ഒന്ന് ആലോചിച്ചു. കാരണം അറിയില്ല, നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണ്. പക്ഷെ പോയില്ലായിരുന്നെങ്കിൽ അത് നഷ്ടമായി പോകാൻ കേട്ടോ. കാരണം ആദ്യം കണ്ടപ്പം തന്നെ നമ്മൾ ഒത്തിരി വർഷം പരിചയമുള്ള ആൾക്കാരെ പോലായിരുന്നു. എന്താണോ കണ്ടുമുട്ടുന്ന എല്ലാ ആൾക്കാരും ഇങ്ങനെയാണ് കേട്ടോ. ആദ്യമേ വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ചാലും പക്ഷെ ചെന്ന് കഴിയുമ്പോൾ കാണാതിരുന്നായിരുന്നെങ്കിൽ വൻ നഷ്ടമായി പോയേനെ എന്ന് നമ്മൾ ഓർത്തു പോകും. ചേട്ടനാണെങ്കിൽ വർക്കിനോട് അത്ര ആത്മാർത്ഥതയുള്ളൊരു ചേട്ടനാട്ടോ. ഇങ്ങനെ വർക്ക് ഇത്ര പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ചേട്ടന് നമ്മളൊരു 2 ഫോട്ടോ ഒക്കെ ഉദ്ദേശിച്ച് പോയതാണ്. പക്ഷേ ചേട്ടൻ ഫോട്ടോസ് വീഡിയോസ് ആയിക്കോട്ടെ നമുക്ക് ഇഷ്ടം പോലെ എടുത്തു തന്നു. അതുകൂടാതെ നമ്മളൊരു ചേട്ടന് അനിയത്തി എങ്ങനെയാണോ ബന്ധം, അതുപോലാണ് നമ്മൾ ഒരു ക്ലയൻ്റ് ആയിട്ടല്ല കണ്ടത്, ഒരു ഫാമിലി ആയിട്ടാണ് കണ്ടത് കേട്ടോ. അങ്ങനെ അപ്പം നിങ്ങൾക്ക് ഫോട്ടോസ് ആയിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെഡ്ഡിങ്ങിൻ്റെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ചേട്ടനെ കോൺടാക്റ്റ് ചെയ്യുക. വർക്കിൻ്റെ കാര്യത്തിൽ പെർഫെക്റ്റാണ്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കേട്ടോ. 100% വർക്ക് ആണേലും അതുപോലെ തന്നെ നമ്മുടെ കൂടെ നിൽക്കുകയാണേലും എല്ലാം പെർഫെക്റ്റാണ്. അപ്പം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അങ്ങനെ ഇതേ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ വന്നു. ഇനി പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ കാര്യം ശരിക്കും കഷ്ടമാണ്. അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പഞ്ചായത്തുകാരാണേലും ഒന്നുമില്ല. എങ്ങനെയാലും അവരുടെ നിന്നൊക്കെ പൈസ മേടിച്ചെടുക്കാനായിട്ടാണ് എല്ലാവരും നോക്കുന്നത്. അങ്ങനെ ഇവിടെ തന്നെ തുടങ്ങിയ റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഇത് ഫാമിലി റെസ്റ്റോറൻറ്റ്. ഇവിടെ വരുന്നവർക്ക് ഫുഡ് കഴിക്കാനായിട്ട്, അതുപോലെ തന്നെ ഇവിടെ ഡ്രസ്സ് ചെയ്യാനും പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി എല്ലാം ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ വരുമ്പോൾ
ഏതായാലും ഇവിടെ കയറി ഫുഡൊക്കെ കഴിക്കുക, അവർക്കൊന്ന് സപ്പോർട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞങ്ങൾ നേരെ അവരോട് ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയ വഴിക്കാണ് ഇതേ ഒരു ബോട്ടൊക്കെ വരുന്നത്. അതേ കുറച്ച് മദാമി സായിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവരോട് ഒരു ഹായ് ഒക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോകുമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ നമ്മൾ പോയ വഴിക്ക് ഒരു സ്പോട്ട് ഉണ്ട്. അപ്പം എങ്കിൽ അങ്ങോട്ട് പോകാം എന്നോർത്ത് നമ്മൾ നേരെ നമ്മൾ വണ്ടിയും കൊണ്ട് പോയി. പക്ഷേ ശരിക്കും അതിലൂടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് അവിടെ സ്ഥലമില്ലായിരുന്നു. അപ്പം പിന്നെ പക്ഷേ ഒരു നിമിത്തം എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങൾ നേരെ കയറി ചെന്ന് ചേട്ടായുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ സ്വന്തം വീട് പോലെ നമ്മൾ നേരെ കയറി ചെന്ന് നമുക്കവർ കുടിക്കാനൊക്കെ ജ്യൂസൊക്കെ തന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ നമ്മൾ കണ്ട സ്പോട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഒരു തൂക്ക് പാലമാണ് നമ്മൾ കണ്ടത്. പക്ഷേ ആക്ച്വലി നമ്മൾ അവിടെ നിന്ന് കണ്ട വ്യൂ പോലെയല്ല അടുത്ത് ചെന്നപ്പം കണ്ടത്. അതായത് ഈ ബോട്ടൊക്കെ പോകുമ്പം പൊക്കുന്ന ഒരിതുണ്ടല്ലോ, അതായിരുന്നു അത്. ശരിക്കും തൂക്കുപാലം എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഏതായാലും വന്നതല്ലേ, അപ്പോൾ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് നമ്മുടെ കൺമുമ്പിൽ ഒരു വീട് കേട്ടോ. ശരിക്കും ഒരു ഷൂട്ടിങ്ങൊക്കെ അവിടെ ഓൾറെഡി നടന്നിട്ടുണ്ട്. കാരണം ഇത് ഒത്തിരി സിനിമയ്ക്കകത്ത് വന്നൊരു വീട് പോലെയാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു വൈബാണ്. മഴ പെയ്യുമ്പോഴാണേലും വെയിലാകുമ്പോഴാണേലും അവിടെ ഇരിക്കാൻ എന്ത് രസമെന്നറിയോ. അങ്ങനെ ഞങ്ങളിത് നേരെ ആ വീട്ടിലോട്ട് പോയി. അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ നേരെ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. കാരണം എല്ലാവരും വിശന്നൊരു വഴിയായി. കുറച്ച് കാവള റൂട്ടിൽ തന്നെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. മലരികലിനേക്കാളും കൂടുതൽ ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ വള്ളമില്ല എന്നൊരു പ്രശ്നമുണ്ട്. നമ്മൾ വരുമ്പം ഒരു വള്ളം കൂടെ കൊണ്ടുവരുവാണെങ്കിൽ സെറ്റ് ആയിരിക്കും. കാക്ക ചത്ത് കിടക്കുന്നതാണ്. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ സ്പോട്ടിൽ പോയി കേട്ടോ. ഫുഡ് കഴിക്കാനുള്ള സ്പോട്ട്. ഇത് നമുക്ക് വേണ്ടിയുള്ള വാഹനം വരുന്നുണ്ട്, ബോട്ട് വരുന്നുണ്ട് കേട്ടോ. അവിടെ തന്നെ ഡയറക്റ്റ് നമ്മളെ വിടും. എന്നിട്ട് ഇത് കയറ്റി നമ്മളെ അവിടെ കൊണ്ടുവിടും. നമ്മൾ രാജപുരം റെസ്റ്റോറൻറ്റിലോട്ടാണ് പോയത്. അവിടെയുള്ള ഒരു കള്ള് ഷാപ്പ് അങ്ങോട്ടാണ് കേട്ടോ പോയത്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരിതാണ്. അങ്ങനെ നമ്മുടെ ബോട്ടിലൊക്കെ കയറി അങ്ങനെ നമ്മളിനി അങ്ങോട്ട് പോവാണ്. നല്ല വ്യൂ ആണ് കാണാനായിട്ട് കേട്ടോ. ഇങ്ങനെ തന്നെ അതിൽ തന്നെ ഇരുന്നാലോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അതുപോലെ നല്ല രസമാണ് അതിലിരിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഇരിപ്പിടത്തിൽ പോയി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കേട്ടോ. കപ്പയും മീൻ കറിയും മീൻ പൊള്ളിച്ചതും പിന്നെ പൊറോട്ടയും മധുരക്കിഴങ്ങും ചട്നി ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. എല്ലാവരും വിശന്നൊരു പരുവായിരുന്നു. ഫുഡ് കഴിച്ചപ്പോഴാണ് എല്ലാവർക്കും ഒരു സമാധാനമായത്. പിന്നെ ഇവിടുത്തെ ഫുഡിനും കൂടെ ആയതുകൊണ്ടൊന്നും പറയണ്ട, എല്ലാത്തിനും നല്ലൊരു ടേസ്റ്റായിരുന്നു. അങ്ങനെ എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞ് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ വിഭവസമൃദ്ധമായ സദ്യ എന്നൊക്കെ പറയുന്ന പോലെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് വരുവാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ബോട്ടിൽ കയറി അവിടെ വന്നിറങ്ങി അവരോട് ബൈയും പറഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു. അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ. അപ്പം നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഓരോരുത്തരെ കണ്ടുമുട്ടുന്നതും ഇങ്ങനെ ഓരോ നടക്കുന്നതും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് അല്ലേ. ലൈഫിൽ ഇതൊക്കെ അപ്രതീക്ഷിതമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക, ആസ്വദിക്കുക. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.